ചേട്ടൻ ഇങ്ങനെ ഒരു സംഭവം പെട്ടെന്ന് യാദൃശ്ചികമായിട്ട് ചെയ്യുമ്പോൾ അച്ഛനത് ഒരിക്കലും താങ്ങാൻ പറ്റുന്നില്ല ആ ഒരു സംഭവം. കാരണം ആള് വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങളും വന്നത്. അതുകൊണ്ട് ഈ അച്ഛന് ഒട്ടും അക്സെപ്റ്റബിൾ ആയിരുന്നില്ല ആ ഒരു കല്യാണം. പിന്നെ ആ കല്യാണം നടത്തി കൊടുത്തത് ഞാനാണ്. അവിടെ മിക്ക പരിപാടികളും മെയിൻ പരിപാടികളൊക്കെ ചെയ്തു കൊടുക്കുന്നത് ഞാനാണ്. പരിപാടികളൊക്കെ ഞാനാണ്. അപ്പം അങ്ങനെ അപ്പം അതിൻ്റെ ബേസിലാണ്. അത് കഴിഞ്ഞിട്ടാണ് ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞു. അപ്പം ഹണിമൂൺ എന്തെങ്കിലും പോകണം, ഒരു സാധാരണ നമ്മുടെ നോർമൽ അങ്ങനെയാണല്ലോ. അങ്ങനെ ഹണിമൂണ് പോകണം എന്ന് തീരുമാനിച്ച് ഞങ്ങൾ പോകുന്നു. അങ്ങനെ പോകാനായിട്ട് നിൽക്കുമ്പോഴാണ് അച്ഛനിപ്പോഴും ആ ഒരു അതിൽ നിന്ന് വന്നിട്ടില്ല. അതുകൊണ്ടാണ് അച്ഛൻ പോകണ്ടെന്നുള്ളൊരു സംഭവം പറയുന്നത്. പിന്നീട് ഞങ്ങൾ പോകുന്നുണ്ട്. ഞങ്ങളെല്ലാവരും ഫാമിലി ആയിട്ട് മറ്റേ സിനിമയിൽ നമ്മുടെ ലാലേട്ടൻ്റെ ഒരു പടം ഉണ്ടല്ലോ, മിഥുനത്തിലെ ഞങ്ങളെല്ലാരും കൂടിയിട്ടാണ് ട്രാവലർ വിളിച്ചത്. അതിൽ ട്രാവലർ, ഇതില് ഞങ്ങള് അതിൽ ടെമ്പോ ആയിരുന്നു, ട്രാവലറാണ് വിളിച്ചത്. ഇതിൽ ഇന്നോവ ആയിരുന്നു. ഇന്നോവയിൽ പോകുന്നു. അച്ഛനുണ്ട്, അച്ഛനമ്മ, ഞങ്ങള് ചേട്ടൻ, അനിയൻ, പെങ്ങള് എല്ലാവരും കൂടിയിട്ടാണ് അങ്ങനെ പോകുന്നത്. നാട്ടിലൊക്കെ എങ്ങനെയുള്ള ഉടായ്പകൾക്ക് നിൽക്കാറുണ്ടോ? കാര്യം ഒളിച്ചോട്ടം സഹായിക്കാൻ ഞാൻ കുറച്ച് താല്പര്യമുള്ള കൂട്ടത്തിലാന്ന് തോന്നുന്നു. അല്ല, ഒളിച്ചോട്ടം ശരിക്കും ഞാൻ അങ്ങനെ നടത്തിയിട്ടില്ല. ഗിരീഷ് ഓടിച്ചോടിയെന്നല്ല, അല്ല അങ്ങനെ സംഭവം നടന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവന്റെ പേര് ഞാനിപ്പോ കുഴപ്പമില്ല, സുഹൃത്തല്ലേ, കുഴപ്പമില്ല, പറഞ്ഞു. അല്ല, അഹിൻ എന്നാണ് എൻ്റെ പേര്. അഹിൻ. നാട്ടിലാണ്. അവൻ ഈ പറഞ്ഞ പോലെ ഒരു കുട്ടിയായിട്ട് ഭയങ്കര സ്നേഹത്തിലായിരുന്നു. അപ്പോൾ ഇത് ഈ പറയുന്ന പെൺകുട്ടിയുടെ അച്ഛനമ്മമാരാണെങ്കിൽ ആദ്യമേ സോറി അല്ലേ. അതെ, അപ്പോൾ ഇഷ്ടത്തിലായിരുന്നു. നമ്മൾ ഭയങ്കര ബഡ ദോസ്തുക്കളാണ്. അപ്പോൾ അവൻ്റെ അടുത്ത് പോലെ കാര്യം പറഞ്ഞു, ഭയങ്കര വിഷയമായി. കല്യാണത്തിൻ്റെ പ്രശ്നങ്ങൾ. ഒരേ കാസ്റ്റാണോ? ഒരേ കാസ്റ്റ് അല്ലാന്ന് തോന്നുന്നു. ഒരേ കാസ്റ്റ് അല്ല. അപ്പം അങ്ങനെ ഞാനും ഇവനും കൂടി പോയിട്ട് ആണ് ഇവളെ വിളിച്ചിറക്കി കൊണ്ടിരുന്നത്. അത് ഇവളെ വിളിച്ചിങ്ങനെ പറയുന്നുണ്ട്, നീ ഒരു കാര്യം പുറത്തേക്ക് ഇറങ്ങി. അന്നേരം ഇവളുടെ അടുത്ത് ഒന്നുമില്ല, ഇവള് കടയിലേക്ക് പോവാന്ന് പറഞ്ഞിട്ടാണ് ഈ പുറത്തേക്ക് ഇറങ്ങണത്. എന്നിട്ട് ഞങ്ങൾ പോയി എൻ്റെ കാറിലാണ് പോയത്. നേരെ വിളിച്ചിറക്കി കൊണ്ടുവന്നു. രജിസ്റ്റർ മാരേജ് പിറ്റേ ദിവസം. അങ്ങനെ വിഷയം ചെറിയ രീതിയിലൊക്കെ ഉണ്ടായി. പക്ഷെ ഇപ്പൊ ഒരു നല്ല സ്നേഹത്തോടെ സ്വീകരിച്ചിട്ടില്ല. പക്ഷെ അവർ വിളിക്കുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞു. ജോലി അവനിപ്പോ ഒരു പ്രൊഫസറായിട്ട്, അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യും. എന്തായാലും നല്ല കരങ്ങളിലേക്കാണ് ഗിരീഷ് അവരെ ചേർപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ചേർത്ത് വെച്ചിരിക്കുന്നത്. അത് പറഞ്ഞു. ഇനിയിപ്പോ അവരെന്തെങ്കിലും വല്ല പ്രശ്നങ്ങൾ ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഇനിയിപ്പോ അമ്മ അറിഞ്ഞാണ്, അമ്മ അച്ഛനും അറിഞ്ഞത് ആരാളെന്നുള്ളത്. അതാണ് അച്ഛനമ്മ അടുത്ത് തന്നെയാണോ വീട്? അടുത്ത് തന്നെയാണോ ഈ അഹിന്റെയും ഗിരീഷിന്റെ വീട്? അടുത്ത് തന്നെയാണോ? പെൺകുട്ടിയുടെ വീടോ? അവളുടെ വീട് മതിലകം ആ ഒരു ഭാഗത്താണ്. നമ്മുടെ നാട്ടിൽ തന്നെ, തൃശ്ശൂർ തന്നെയാണ്. ഗിരീഷിന് ഇപ്പോൾ അടുത്തങ്ങനെ ഒളിച്ചോട്ടം ഉണ്ടോ? എനിക്കോ കല്യാണം കഴിഞ്ഞോ? എന്റെ കല്യാണം കഴിഞ്ഞതാ. ഞാനത് അറിഞ്ഞു വെച്ചിട്ട് തന്നെയാണ് ചോദിച്ചത്. എൻ്റെ അടുത്ത് കുറച്ച് രണ്ടുപേരാ, ദീപൻ ചേട്ടനല്ല പറഞ്ഞു, രണ്ടുപേരും എൻ്റെ അടുത്ത് പറഞ്ഞു, ഒന്നുകൂടെ ക്വസ്റ്റ്യൻ ഇവിടെ ചോദിക്കണേന്ന് പറഞ്ഞു. അറിയട്ടെ, എല്ലാവരും അറിയട്ടെ. എന്നെ അറിയണ എല്ലാവർക്കും അറിയാം. ഞാൻ കല്യാണം കഴിഞ്ഞു, എനിക്കൊരു മോനുണ്ട്. എത്ര വയസ്സായി മോന്? മോന് ഇപ്പൊ 2 വയസ്സാവുന്നു. മോന്റെ പേര് ഹർഷവർദ്ധ്. വൈഫിന്റെ പേര് ശ്രീദേവി എന്നാണ്. പുള്ളിക്കാരി ഇപ്പോൾ വർക്ക് ചെയ്യുകയാണ്. മണപ്പുറം ഫിനാൻസ് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ അതിന്റെ ഹെഡ് ഓഫീസ്. ഒരു സേഫ് സോൺ എന്തായാലും ഉണ്ട് ഒരു സൈഡിൽ. അതെ. കാരണം സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു മെയിൻ നമ്മുടെ സപ്പോർട്ട് എന്നത് നമ്മുടെ വൈഫ് തന്നെയാണ്. പുള്ളിക്കാരി ശരിക്കും പറഞ്ഞാൽ പുള്ളിക്കാരിയാണ് എന്നെ സീരിയൽ ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് ഒരു ഫസ്റ്റ് സീരിയലിലോട്ട് അവളാണ് മെസ്സേജ് അയച്ചിട്ട് അത് ഓഡിഷന് പോയിട്ട് മഴവില്ല് കഥാനായികയിൽ. അപ്പോൾ അവളുടെ തരം സപ്പോർട്ടും ശരിക്കും പറഞ്ഞാൽ ഫാമിലിയുടെ സപ്പോർട്ട് വളരെ മസ്റ്റാണ്. അതുണ്ടല്ലോ ഈ ഫസ്റ്റ് ഓഡിഷന് പോയപ്പോൾ തന്നെ ഫസ്റ്റ് ഓഡിഷൻ തന്നെ കിട്ടിയതോ 2-3 ഓഡിഷൻ ചെയ്തു അതിനകത്ത് തന്നെ? അല്ല, അതിൻ്റെ ഫസ്റ്റ് ഓഡിഷൻ തന്നെ നമുക്ക് കിട്ടിയായിരുന്നു. അത് ഒരു സ്ക്രീൻ ടെസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അത് ഓക്കെ, അങ്ങനെ അത് വർക്കായി ഓണായി. ഇതിലേക്ക് എങ്ങനെ വന്നത്? സാന്ത്വനം എന്ന് പറയുമ്പം ഒരു ഭയങ്കര ഒരു ബ്രാൻഡ് നെയിമുള്ള ഒരു കമ്പനിയാണ് ഏഷ്യാനെറ്റ് കമ്പനി തന്നെ ആണല്ലോ. അപ്പോൾ അതിലേക്ക് ഒരു ഇത്രയും വലിയൊരു സാറ്റലൈറ്റ് പോലത്തെ ഒരു ചാനലിൽ പറഞ്ഞ പോലെ തന്നെ എല്ലാ ചാനലിൻ്റെ മുന്നിൽ നിൽക്കുന്നതാണ് ഏഷ്യാനെറ്റ്. ഇപ്പം നമ്മൾ ഈ മാരുതിക്കാർ എല്ലാവരും ലേഡീസ് എല്ലാം പറയുന്നത് മാരുതിയുടെ വണ്ടി മതി. എങ്കിലും പല ബ്രാൻഡുകളുണ്ട്, പല കമ്പനികളുണ്ട്. പക്ഷെ എല്ലാവർക്കും അറിയാവുന്നത് മാരുതിയാണ്. അതുപോലെയാണ് ഏഷ്യാനെറ്റ് എല്ലാവർക്കും അറിയാവുന്നത്. അതെ, ഏഷ്യാനെറ്റ് സത്യം ഇപ്പം സീരിയൽ ഇപ്പം ഞാനിപ്പോൾ വന്നിട്ടുള്ളൂ. പക്ഷെ എന്നാലും പറയാം, സീരിയലിൽ വർക്ക് ചെയ്യുന്ന ആരോട് ചോദിച്ചാലും
ഏത് ചാനലിൽ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് അവരുടെ ആഗ്രഹം വെച്ചാൽ ഏഷ്യാനെറ്റ് എന്ന് തന്നെ പറയാം. ഫസ്റ്റ് പ്രിഫറൻസ് ഏഷ്യാനെറ്റ് ആയിരിക്കും. ഏഷ്യാനെറ്റിലാണോന്നാ ചോദിക്കുന്നത്, ചിലർ ചോദിക്കുന്നത്. അതെ, കാരണം ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞാൽ അത്രയും റീച്ചുള്ള ഒരു സംഭവം. അത്രയും റീച്ച് എന്ന് പറയുമ്പോൾ ഏഷ്യാനെറ്റിലെ ഒരു സീരിയലിൽ ഒരു ജസ്റ്റ് ഒരു പാസിങ് പോയാൽ തന്നെ ആൾക്കാർ തിരിച്ചറിയും എന്നുള്ള. എന്നിട്ട് തന്നെ അവർ പറയാം നമ്മൾ ഏഷ്യാനെറ്റ് സീരിയൽ ഉണ്ടെന്ന് പറയും. അതെ, അത് ആ ക്രെഡിബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. അത്രയും ആൾക്കാർ കാണുന്ന ഒരു ചാനലാണ് ഏഷ്യാനെറ്റ്. അപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ രണ്ടാമത്തെ ഒരു സീരിയലിൽ ഏഷ്യാനെറ്റിലേക്ക് കിട്ടുക എന്ന് പറയുന്നത് എനിക്ക് എന്നെ ഭയങ്കര ഒരു ഭാഗ്യം തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ എന്നെ ഇതിലേക്ക് ഞാൻ ശരിക്കും വരുന്നത് വെച്ച് കഴിഞ്ഞാൽ അതൊരു സംഭവം, ഒരു ചെറിയ കഥയാണ്. എന്നെ കഥാനായിക സീരിയലിൽ എൻ്റെ വേറൊരു ക്യാരക്ടർ ചെയ്യാനായിട്ട് നമ്മുടെ ഇപ്പോഴത്തെ സീരിയൽ ധർമ്മൻ എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാരക്ടർ ചെയ്യുന്ന, അതായത് എൻ്റെ മാമനായിട്ട് ചെയ്യുന്ന അരുൺ ചേട്ടൻ, ആളൊരു ക്യാരക്ടർ ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അരുൺ സ്നേക്കോ? അരുൺ സ്നേക്ക്, പാമ്പരുൺ. ആ പുള്ളി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആദ്യമായിട്ട് പുള്ളിനെ അവിടെ വെച്ച് കാണുന്നത്. പുള്ളി ഇങ്ങനെ ചെറിയ കാസ്റ്റിംഗ് ഡയറക്ടർ പരിപാടി ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഇവിടെ. പുള്ളിയാണ് എന്നെ ഇതിലേക്ക് എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറയുന്നത്. ഒറ്റ ദിവസം ഞങ്ങളെ പരിചയമുള്ളൂ. സാന്ത്വനത്തിലേക്ക് അല്ല, അവിടെ കഥാനായിക അവിടെ വന്നിട്ടുണ്ടായിരുന്നു ഒരു ക്യാരക്ടർ ചെയ്യാനായിട്ട്. അപ്പം എൻ്റെ അടുത്ത് ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, ഗിരി നീ ഒരു ഫോട്ടോ ഇങ്ങനെ ഒരു വർക്ക് വരുന്നുണ്ട്, നമുക്കൊന്ന് കൊടുത്തു നോക്കാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇതിലോട്ട് വരുന്നത്. ശരിക്കും ഫസ്റ്റ് സാന്ത്വനത്തിൽ വരുന്നത് അരുൺ ചേട്ടനാണ്. അപ്പം അതങ്ങനെ വന്നു. പിന്നെ നമ്മുടെ ബിജു വെൺപകൽ, നമ്മുടെ കൺട്രോളർ, പുള്ളിക്ക് അയക്കുന്നു. പുള്ളി അത് ഗ്രീൻ ടി വിയിലേക്ക് അയക്കുന്നു. അപ്പം രമചേച്ചി എത്തുന്നു, രമചേച്ചിയുടെ അടുത്ത് എത്തുന്നു. രമചേച്ചി അപ്പം അങ്ങനെ ഈ രമചേച്ചിയുടെ അവിടെ അത് എത്തി. രമചേച്ചി എൻ്റെ ഫോട്ടോ കണ്ട് കഴിഞ്ഞപ്പോൾ ചേച്ചി എന്നെ വിളിച്ചായിരുന്നു. കാരണം ഇതിന് മുമ്പ് ചേച്ചി ഒരു പ്രാവശ്യം എന്നെ വിളിച്ചിട്ടുണ്ട് സീരിയലിന്. അന്ന് എനിക്ക് വരാൻ പറ്റിയില്ല. അത് ഇവരുടെ തന്നെ ഒരു കേരളത്തിലൊരു ശ്യാമാമ്പരം എന്ന് പറഞ്ഞിട്ടൊരു സീരിയൽ ഉണ്ടായിരുന്നു. ഈ ശ്യാമാമ്പരത്തിൽ ഫസ്റ്റ് നായകൻ പോയ സമയത്ത്, എന്തോ ഒരു പ്രശ്നത്തിൽ പുള്ളി പോയ സമയത്ത്, മാറിയ സമയത്ത് ചേച്ചി എന്നെ വിളിച്ചായിരുന്നു ഇങ്ങനെ ഒരു സംഭവം എന്ന് പറഞ്ഞിട്ട്. അത് പക്ഷെ അതെനിക്ക് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പം അന്ന് ഞാനിങ്ങനെ റിഗ്രറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഇത്ര നല്ലൊരു ഒരു കേരളം ആണെങ്കിലും നല്ലൊരു ചാനലാണ്, നല്ല ബാനറാണ്. അതെ, ഗ്രീൻ ടി വിയുടെ ബാനറിലാണ് ഇങ്ങനെ ചെയ്യാൻ ഒരെണ്ണം കിട്ടിയിട്ട് അത് ചെയ്യാൻ പറ്റാണ്ട് പോയി എന്ന് പറഞ്ഞപ്പം അത് അന്നേരം ഭയങ്കര ഒരു ഇതായിരുന്നു. പിന്നെ അത് വേറൊരാൾ വന്ന് ചെയ്തു. ആ ആള് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇവിടെ താമസിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പുള്ളി ഇപ്പൊ ശ്യാമാമ്പരം കഴിഞ്ഞു, പക്ഷെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അവൻ, തനുജ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാനപ്പോ ആദ്യമായിട്ട് ഞാൻ ഇവിടെ വീട്ടിലോട്ട് കയറി വരുമ്പോ ആദ്യം തന്നെ കണ്ടത് അവനെയാ, തനുജിനെ. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, കാരണം അന്ന് ഞാൻ ചെയ്യേണ്ട ക്യാരക്ടറാണത് ഇവൻ ചെയ്തത്. അതിന് മുന്നേ ഇവിടെ കിടക്കണ്ടായിരുന്നു. അതെ അതെ. അപ്പോ വിധിയാണ് കേട്ടോ, ദൈവം. അതെ അതെ. പിന്നെ